വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് ഒരു സ്പിരിച്വൽ റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ ചക്രാസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ ചക്രാസാണ് ഈ ഒരു സമയം അവേക്കണിങ് ആക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഏതൊക്കെ ചക്രാസ് ആക്റ്റീവ് ആകാത്തത് മൂലമാണ് നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നത് എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാം. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഒരു കണക്ഷൻ തോന്നുന്നത് ആ ഒരു പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് കാണാം. ഫയൽ നമ്പർ 1 സെലക്ട് ചെയ്യുന്നവരുടെ റീഡിംഗ് ആണ്. Three of Pentacles, King of Wands, Eight of Wands, Hermit, Six of Cups, Four of Cups, Four of Wands, Five of Cups, Seven of Pentacles, Moon. ബോട്ടം ഓഫ് ദ ഡെക്ക് Nine of Wands ആണ് വന്നിരിക്കുന്നത്. കുണ്ടലിനി, സമാധി, അനാഹത. പിത്ത എന്ന് പറയുന്ന കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. പൈൽ നമ്പർ 1 ചൂസ് ചെയ്യുന്നവരുടെ റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇതിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് റൂട്ട് ചക്ര ബ്ലോക്ക് ആണ് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹാർട്ട് ചക്ര, ഈ 2 ചക്രാസാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. റൂട്ട് ചക്രയും ഹാർട്ട് ചക്രയും, ഇതിൽ രണ്ടിലുമാണ് ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൻ്റെ 2 ഏരിയയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്ന് നിങ്ങളുടെ ബേസിക് നെസസിറ്റീസ്, അതായത് നിങ്ങളുടെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ, ഇതും പിന്നെ ഒന്ന് ഹാർട്ട് ചക്രയും, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പും. അങ്ങനെ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ റൂട്ട് ചക്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് റൂട്ട് ചക്ര വൂണ്ടഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒരു നിലനിൽപ്പിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് ഹാർട്ട് ചക്രയാണ്. ഹാർട്ട് ചക്ര കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ലവ് റിലേഷനിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിട്ടില്ല, ഹാർട്ട് ചക്ര ബ്ലോക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അവേക്കണിങ് ചെയ്യിപ്പിക്കാനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസും അതിന് താഴെയായിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവാം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് ഉന്നത നിലയിലെത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയിലെത്താൻ വേണ്ടി ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒന്നും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതൊക്കെ വെയിറ്റിംഗ് എനർജിയിലാണ് വന്നിരിക്കുന്നത്. അതിന് നിങ്ങൾ ഇത്രയും കാലം ചെയ്തതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ വെയിറ്റിംഗ് എനർജിയിലെ ഈ ഒരു ആവശ്യത്തിന്, അതായത് പണം എന്നുള്ളൊരാവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ള ആവശ്യത്തിന് നിങ്ങൾക്ക് ഇവിടെ തടസ്സമായി വന്നിരിക്കുന്നത് നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെ ഇത്രയും കാലം ഇതിനു വേണ്ടി ചെയ്തോ അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടുന്നതായിരിക്കും.
പിന്നെ ഇത് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പാഷനിലോട്ടേക്ക് കടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ ഇഫേർട്ട് ഇട്ടത് മേ ബി റോങ് ആയിട്ടുള്ള കാര്യത്തിനായിരിക്കാം. അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു ജോലി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ഫീൽഡ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാഷനുമായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളതാണ്. കാരണം അവിടെ കണക്റ്റ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു കറക്റ്റായിട്ട് വരുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ ബ്ലോക്കുകളും അവിടെ ബ്രേക്ക് ആവും. നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ ജോലിയിൽ പോകാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ റിസ്ക് എടുത്തിട്ടും ടയേർഡായിട്ടും മടി വന്നിട്ടും ഒന്നും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടാവും. ആ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു ഇന്നർ ഹാപ്പിനെസ്സും കിട്ടും. പാഷനിലോട്ട് കണക്റ്റ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതാണ്. കാരണം അവിടെ പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഇന്നർ പവറിലൂടെ വരുന്നതാണ്. അത് നമ്മൾ ഉപയോഗിക്കുമെന്ന് വെച്ചാൽ അവിടെ നമുക്ക് റിസ്ക് എടുക്കാതെ, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ടയേർഡ് ആവാതെ ഈസി ആയിട്ട് നമുക്ക് സന്തോഷത്തോടെ നമ്മൾ ചെയ്യുന്ന ആ ജോലി നമുക്ക് ചെയ്യാൻ പറ്റും. അതിലുപരി അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുകളിലുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും, ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നത നിലയിലെത്താനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആവും. കാരണം നിങ്ങളവിടെ ഈസി ആയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് പണവും വരുന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ എന്താണെന്നുള്ളത് മറിഞ്ഞു കിടന്നിട്ടാണ് കാണിക്കുന്നത്. പലർക്കും വെളിപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അതിലോട്ടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും അതിലോട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിലും. അത് കണക്റ്റ് ആവാൻ പറ്റാത്തത് നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആയതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് അതിലോട്ട് കണക്റ്റ് ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, അതിന് കാരണം നിങ്ങളുടെ അനാഹത ചക്ര ബ്ലോക്ക് ആണ് എന്നുള്ളതാണ്. ഈ ഹാർട്ട് ചക്രയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനിലോട്ടേക്ക് കണക്റ്റ് ആവാൻ പറ്റും. കാരണം നിങ്ങളുടെ മൈൻഡാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും കമ്പാരിസനാണ്. അതായത് നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സ്കോപ്പുള്ള കാര്യവും തമ്മിൽ കമ്പയർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ഇന്നത്തെ കാലത്ത് എന്ത് സ്റ്റാർട്ട് ചെയ്താലാണ്, അല്ലെങ്കിൽ എന്ത് പഠിച്ചാലാണ്, അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്താലാണ് ബെനിഫിറ്റ് ഉണ്ടാകുക എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ഒരിക്കലും ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. ആ ഒരു കാര്യത്തിലോട്ടേക്ക് കണക്റ്റ് ആകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ജോലി ചെയ്യാൻ പറ്റുന്നത്. ബട്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് ഏതൊരു ഫീൽഡിനാണ് സ്കോപ്പ് എന്നും പറഞ്ഞ് പോകുമ്പോൾ അവിടെ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യം ആയിരിക്കില്ല അത്. ചിലർക്ക് മാത്രമായിരിക്കും അത് റൈറ്റ് ആയിട്ടുള്ള കാര്യം, ചിലർക്ക് അത് റൈറ്റ് ആയിട്ടുള്ളൊരു ജോലി ആയിരിക്കില്ല. ആ സമയത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ പോയി നിങ്ങളുടേതല്ലാത്ത ഒരു കാര്യത്തിലോട്ടേക്ക് കണക്റ്റ് ആവുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് ഇഫേർട്ട് ഇട്ടാലും ഒരു വെയിറ്റിങ്ങിലാണ് ചെയ്യുന്നത്. റിസൾട്ടിന് വേണ്ടി എപ്പോഴും വെയിറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കുക, റൂട്ട് ചക്ര ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. കാരണം ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാർട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ടാണ് എപ്പോഴും നമ്മളെ പാഷനിലോട്ടേക്ക് കൊണ്ടുപോകുന്നതും നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മൈൻഡ് എപ്പോഴും നമ്മുടെ തെറ്റായ വഴിയിലേക്കാണ് കൊണ്ടുപോവുക. മൈൻഡ് എപ്പോഴും കമ്പാരിസനാണ്. മൈൻഡ് എപ്പോഴും നമ്മുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിനും നമുക്ക് ചുറ്റിലും കാണുന്ന പല കാര്യങ്ങളെയും വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് മൈൻഡ് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുക. മൈൻഡ് എപ്പോഴും തെറ്റായ വഴിക്ക് മാത്രമേ നമ്മളെ നയിക്കൂ. അവിടെ നിങ്ങൾക്ക് ശരിയായ വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാർട്ടിൻ്റെ ശബ്ദം എന്താണെന്നുള്ളത് കേൾക്കണം. അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സോൾ അവേക്കണിങ് ആയിരിക്കണം. മാത്രമല്ല നിങ്ങൾ ആ ഒരു ഹാർട്ട് ചക്രയിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുക. ഹാർട്ട് ചക്ര ഓപ്പൺ ആകുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നത്. അത്ര വരെയും നമ്മളെപ്പോഴും മൈൻഡിൻ്റെ ഒരു കൺട്രോളിലാണ് പോകുന്നത്. എല്ലാവരും ഈ ഒരു സ്പിരിച്വലി അവേക്കണിങ് ആവാത്ത, സ്പിരിച്വൽ കാര്യത്തിൽ ആ ഒരു ടച്ച് സംഭവിക്കാത്ത ആൾക്കാരെല്ലാവരും മൈൻഡിൻ്റെ ബലത്തിലാണ് പോകുന്നത്, മൈൻഡിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നത്. ബട്ട് ഹാർട്ടിൻ്റെ ഒരു ഇതിലോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ടത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ട്രഗിൾ ആണെങ്കിലും നമുക്ക് ആ സ്ട്രഗിൾ വരുന്നത് ഈസി ആയിട്ട് തന്നെ നമ്മളെ ഇഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, നമ്മളെ മാനസികമായിട്ട് തളർത്താത്ത രീതിയിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
അത് പറയാൻ കാരണം ഇവിടെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കർമ്മ ഹീലിംഗ് നടക്കുന്ന സമയമായിട്ടാണ് കാണിക്കുന്നത്. പാസ്റ്റ് ലൈഫ് കർമ്മ ഹീലിംഗ് നടക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ആ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഈ സ്ട്രഗിൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മൈൻഡാണ് അവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് നമ്മൾ സഫർ ചെയ്യും. ബട്ട് ഈ സഫറിങ് അവിടെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഹാർട്ട് ചക്ര ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു തരത്തിലും നിങ്ങളെ അത് ബുദ്ധിമുട്ടിപ്പിക്കില്ല. ബട്ട് ആ സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. കാരണം ആ സിറ്റുവേഷൻ അവിടെ അങ്ങനെ വന്ന് ഹീലായി പോകേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ കർമ്മ അവിടെ കഴിയൂ. അപ്പോൾ അവിടെ സിറ്റുവേഷൻ ഉണ്ടാകും. സിറ്റുവേഷനെ നമുക്കൊരിക്കലും ഇല്ലാതാക്കി കളയാൻ പറ്റില്ല. ബട്ട് അവിടെ ആ സിറ്റുവേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്കവിടെ ഡീൽ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിക്ക് നമ്മളെ ഇഫക്റ്റ് ചെയ്യാത്ത, നമ്മളെ മാനസികമായിട്ട് തളർത്താത്ത രീതിയിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിരിക്കണം. അവിടെ ഹാർട്ടിൻ്റെ പിന്നാലെ നിങ്ങൾ പോകുമ്പോൾ, ഹാർട്ടിൻ്റെ ഒരു ബേസിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അതേസമയം മൈൻഡിൻ്റെ ബേസിലാണ് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യും. അതാണ് സ്പിരിച്വലായ ആൾക്കാർക്ക് എത്ര സഫറിങ്സ് വന്നാലും അവരത് ഡീൽ ചെയ്തിട്ട് പോകും. അവർക്ക് എത്ര ഒരു മനക്കെട്ടിയും അവർക്കത് ഡീൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകും. കാരണം അവർ ഹാർട്ടിൻ്റെ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്തും അവർക്ക് എന്ത് സഫറിങ് വന്നാലും അവർക്കത് ഈസി ആയിട്ട് ഡീൽ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുതന്നെയാണ് സ്പിരിച്വലായ ആൾക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ സഫറിങ്സ് ആയിട്ട് വരുന്നത്. ബട്ട് അത് ആ സ്പിരിച്വലി അവേക്കണിങ് ആയ ഒരാളെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഫക്റ്റ് ചെയ്യുന്നില്ല. അവരത് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവരത് ഹാൻഡിൽ ചെയ്ത് പോകുന്നതാണ് നോർമലി ഞാൻ കാണാറ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് പിത്ത എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. പിത്ത എന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ജലവും അഗ്നിയും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പിത്ത എന്ന് പറയുന്ന ഒരു ഇതിലോട്ടേക്ക് വരുന്നത്. അതൊരു ആയുർവേദ കാർഡാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ കഫം പിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് പിത്ത എന്ന് പറയുന്ന ഒരിതാണ്. പിത്ത എന്ന് പറയുന്നത് തീയും വെള്ളവും തമ്മിലുള്ള ഒരു ബന്ധത്തിനെയാണ് കാണിക്കുന്നത്. അവിടെ രണ്ടിനും എല്ലാത്തിനെയും നശിപ്പിക്കാനും പറ്റും, അതേസമയം സൃഷ്ടിക്കാനും പറ്റും. അത് വെള്ളം കൊണ്ട് നമുക്ക് പലതും സൃഷ്ടിക്കാനും പറ്റും, അതുപോലെ അഗ്നി കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും നശിപ്പിക്കാനും പറ്റും. അപ്പോൾ സൃഷ്ടിയും രണ്ട് ഈ എലമെൻസിനെ കൊണ്ട് നമുക്ക് സൃഷ്ടിക്കാനും പറ്റും, അതുപോലെ തന്നെ പലതിനെയും നശിപ്പിക്കാനും പറ്റും. ഇവ ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ പിത്ത എന്ന് പറയുന്ന ഒരിതുണ്ടാവുന്നത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു നിശ്ചിത സ്ഥാനത്താണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും അത് ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ബോധത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. നിങ്ങളുടേതായ സ്ഥാനത്താണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവും. അപ്പം അങ്ങനെ തിരിച്ചറിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുക എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു സമയം നിങ്ങളുടെ വാട്ടർ എലമെൻറ്റ്, ആ ഒരു എലമെൻറ്റുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ബോഡി 70% വാട്ടർ എലമെൻറ്റാണ്. അപ്പോൾ ഈ ഒരു 70% അതുപോലെ നിലനിർത്താൻ നോക്കണം എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചില ആൾക്കാർക്ക് വാട്ടർ എലമെൻറ്റിൻ്റെ കുറവുണ്ടാകും. അപ്പോൾ അത് ഒന്ന് കൃത്യമായിട്ട് ഒരു അലൈൻമെൻറ്റിൽ കൊണ്ടുവരണം എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ഇമോഷൻസ് വാട്ടർ എലമെൻറ്റിലാണുള്ളത്. നിങ്ങൾക്ക് ഈ വാട്ടർ എലമെൻറ്റ് നിങ്ങൾക്കൊരു അലൈൻമെൻറ്റിലാണ് നിങ്ങളുടെ ബോഡിയിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇമോഷൻസിൽ ഹാൻഡിൽ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഓവറായിട്ടുള്ള ഇമോഷൻസ് അവിടെ ഇല്ലാതാക്കാൻ പറ്റും. നിങ്ങളിവിടെ ഓവറായിട്ട് ഇമോഷൻസിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരെ കാണുന്നത് മേ ബി റിലേഷൻഷിപ്പിലായിരിക്കാം. അതാണ് ഇവിടെ 4 ഓഫ് വോൺസും 4 ഓഫ് കപ്സും വന്നിരിക്കുന്നത്. 5 ഓഫ് കപ്സ്, കുറേ കപ്സ് എനർജി വന്നിട്ടുണ്ട്. 6 ഓഫ് കപ്സ്. ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ വാട്ടർ എലമെൻറ്റിൻ്റെ ഇംബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാട്ടർ എലമെൻറ്റ് ബാലൻസിലേക്ക് വരാനുള്ള മുദ്രയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വാട്ടർ എലമെൻറ്റുമായിട്ടുള്ള ആ ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താതെ തിരിച്ചു പിടിക്കാൻ പറ്റും. അതൊരു അലൈൻമെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റും. ഈ സമയത്താണ് നിങ്ങളിലൊരു ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇംബാലൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇംബാലൻസ് വരുന്നതാണ് ഈ ഒരു ഹാർട്ട് ചക്ര അവേക്കണിങ് ആകണം എന്ന് പറയുന്നത്. ഇംബാലൻസ് വരുന്നതാണ് ഹാർട്ട് ചക്ര ഒരു ബ്ലോക്ക് ആവാനുള്ള കാരണം. ഈ 2 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഹാർട്ട് ചക്രയും വാട്ടർ എലമെൻറ്റും തമ്മിൽ നല്ല രീതിക്ക് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾക്ക് വാട്ടർ എലമെൻറ്റിൻ്റെ ഇംബാലൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വാട്ടർ എലമെൻറ്റ് ബാലൻസിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ നല്ല രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്.
പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കുണ്ടലിനിയാണ്. കുണ്ടലിനി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. കുണ്ടലിനി അവേക്കണിങ് ആക്കാനല്ല പറയുന്നത്, കാരണം നിങ്ങൾക്ക് അവേക്കണിങ് ആക്കേണ്ട ഒരു സമയമായില്ല. അത് നിങ്ങളുടെ റൂട്ട് ചക്ര ഒന്ന് ഓപ്പൺ ആയിട്ട് വരണം. ഈ റൂട്ട് ചക്ര ആക്ടിവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ കുണ്ടലിനി അവേക്കണിങ് ആകൂ. അപ്പോൾ കുണ്ടലിനി അവേക്കണിങ് ആകുമ്പോഴും നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് വരണം. അല്ലെങ്കിൽ ഈ കുണ്ടലിനി അവേക്കണിങ് എങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ അത് കുണ്ടലിനി സിൻഡ്രമായിട്ട് വന്നിട്ട് നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഹാർട്ട് ചക്രയും റൂട്ട് ചക്രയും ഒന്ന് ബാലൻസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് മുന്നേ എങ്ങാനും നിങ്ങൾ പല പ്രാക്ടീസും ചെയ്ത് കുണ്ടലിനി എങ്ങാനും അവേക്കണിങ് ആയാൽ അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം റൂട്ട് ചക്ര ആക്ടിവേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു കുണ്ടലിനി സിൻഡ്രം ആകാതെ നല്ല രീതിക്ക് അത് അവേക്കണിങ് ആയിട്ട് വരും. ഇത് നിങ്ങളുടെ ഫെമിനൈൻ മാസ്കുലൈൻ എനർജിയുടെ ബാലൻസിങ്ങിനെയാണ് കാണിക്കുന്നത്. അതും ബാലൻസിങ് വരാറുണ്ട്. ഇൻ യാങ് എനർജിയിൽ നല്ല ഇംബാലൻസ് തന്നെയാണ് ഉള്ളത്. അത് ഈ ഒരു സ്പ്രെഡിൽ കംപ്ലീറ്റ് ആ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സമാധി എന്ന് പറയുന്ന കാർഡാണ്. ഈ സമാധിയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സമാധിയിൽ കാണിക്കുന്നത് നിങ്ങളുടെ അസ്തിത്വമായിട്ട് കണക്റ്റ് ആവുന്നതാണ്. അതായത് നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ലാസ്റ്റ് സ്റ്റേജായിട്ട് വരുന്നതാണ് സമാധി. ഈ സമയത്ത് സംഭവിക്കുന്നത് നിങ്ങളുടെ ശാരീരികവും മാനസികവും അതുപോലെ വൈകാരികവുമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ നിങ്ങൾക്കവിടെ എന്തെന്നില്ലാത്ത ഒരു ആത്മാനുഭൂതി ഉണ്ടാകും. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലിസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ്. ആ സമയത്ത് ഒന്നുമില്ല, അവിടെ വെറും ശൂന്യത മാത്രമാണുള്ളത്. അപ്പോൾ ഈ ശൂന്യത നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു മുന്നേ തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. കുറേ ബ്ലോക്കുകൾ, നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ബ്ലോക്കുകൾ മാറാനുണ്ട്. കാരണം ശരീരം ഒന്ന് ഓപ്പണായി വന്നാൽ മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള റലം നമുക്ക് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾക്ക് ശാരീരികമായിട്ട് ഫിസിക്കൽ കർമാസ് കാണിക്കുന്നുണ്ട്. ഈ ഫിസിക്കൽ കർമാസ് ഒന്ന് ഹീലാവാനുണ്ട്. ഇത് ഹീലാവുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ബോഡി ഒന്ന് ഓപ്പണായി വരുന്നത്. ഈ ബോഡിയിൽ ആദ്യം ബോഡി കർമാസ് ക്ലീൻ ആവണം. ബോഡി കർമാസ് ക്ലീൻ ആയി കഴിയുമ്പോൾ ബോഡി അവിടെ ഫ്രീ ആയിട്ട് ഓപ്പണായി വരും. ഇതിന് ശേഷമാണ് നിങ്ങൾക്ക് മറ്റൊരു റലം ഓപ്പണായി വരുന്നത്. ഇങ്ങനെ ഓപ്പണായി വരുമ്പോൾ അവിടെ പിന്നെ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സമാധി എന്ന് പറയുന്ന സ്റ്റേജിലോട്ടേക്ക് എത്താൻ പറ്റും. അവിടെ എല്ലാം ഒന്നാകുന്നത്, അതിൻ്റെ ടോട്ടാലിറ്റിയിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ ആ ടോട്ടാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവിടെ കംപ്ലീറ്റ് ശൂന്യതയാണ്. ആ ശൂന്യത എന്ന് പറയുന്നത് കോസ്മിക് കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ ആ ഒരു റെലവായിട്ട് നിങ്ങളുടെ മാനുഷിക ബോധം നിങ്ങളുടെ പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റ് ആവും. ഈ രണ്ട് കാര്യങ്ങളും കണക്റ്റ് ആവുമ്പോൾ സംഭവിക്കുന്നതാണ് സമാധി എന്ന് പറയുന്നത്. അതായത് നമുക്കെല്ലാവർക്കും മാനുഷിക ബോധമുണ്ട്. അത് പലർക്കും പല രീതിയിലാണ്, ഡിപ്പെൻസ് ആണ്. അത് നിങ്ങൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ മാനുഷിക ബോധം എന്ന് പറയുന്നത് മായയാണ്, ചിന്തയാണ്. അവിടെ കംപ്ലീറ്റ് ചിന്തകൾ മാത്രമാണ്. ഈ ബോധം കോസ്മിക് ബോധവുമായിട്ട് കണക്റ്റ് ആവും. ഇത് രണ്ടും ഒരു അലൈൻമെൻറ്റിൽ വന്ന് അവിടെ രണ്ടും കൂടി ചേരുവാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ശരീരവും ആത്മാവും മനസ്സും എല്ലാം ഒന്നാണ്. അവിടെ പിന്നെ ഒന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. ശരീരത്തിനും മനസ്സിനും അപ്പുറത്തും മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു അനുഭവം നിങ്ങൾക്ക് വരും. ഈ അനുഭവത്തെയാണ് സമാധി എന്ന് പറയുന്നത്. ഈ സമാധിയിൽ നിങ്ങൾ എത്തേണ്ടതാണ്, പക്ഷേ എത്തേണ്ട സമയം ആയില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അനാഹതയും നിങ്ങളുടെ റൂട്ട് ചക്രയും ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടും ബ്ലോക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ മാറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള റെലോ ഒന്ന് ഓപ്പണായി കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Temperance, 6 of Pentacles, താഴെ പോയ കാർഡാണ് 9 of Pentacles, Seven of Pentacles,
ഹൈ പ്രീസ്റ്റസ്, ഏസ് ഓഫ് സോഡ്സ്, 9 ഓഫ് സോഡ്സ്. താഴെ പോയ കാർഡാണ് സഡനാണ്. വേൾഡ്, 5 ഓഫ് സോഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് 2 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ലളിത ത്രിപുര സുന്ദരി, ആജ്ഞ, ബുദ്ധ, വിശുദ്ധ. ബോട്ടം ഓഫ് ദ ഡെക്ക് ഭക്തിയാണ് വന്നിരിക്കുന്നത്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. നിങ്ങൾക്കിവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ടെമ്പറൻസും ഹൈ പ്രീസ്റ്റസും. ഈ 2 കാർഡും കാണിക്കുന്നത് നിങ്ങളുടെ കോൺഷ്യസും സബ് കോൺഷ്യസും മൈൻഡും തമ്മിൽ ഒരു ബാലൻസ് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഈ ഭൗതികതയാണ്, സബ് കോൺഷ്യസ് സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 തലവും ഒരു ബാലൻസ് ഇല്ലാതെയാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നിങ്ങളുടെ ലോജിക് മൈൻഡിലായിരിക്കാം ചിന്തിക്കുന്നത്, നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലായിരിക്കാം. എന്നാലും ഇതൊക്കെ ഉള്ളതാണോ, എൻ്റെ തോന്നലാണോ, മൈൻഡിൻ്റെ തന്നെ ഒരു കളിയാണോ എന്നൊക്കെയുള്ളൊരു തോന്നലായിരിക്കാം നിങ്ങൾക്ക്. എല്ലാം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു 2 കാര്യങ്ങളും ബാലൻസിൽ വരാതെ. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് എതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കോൺഷ്യസ് മൈൻഡിൽ അതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. പലതിനെയും ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളായാലും, അതായത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന, നിങ്ങളെ സ്പിരിച്വലി ഒരു അവേക്കനിങ്ങിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, സ്പിരിച്വലായിട്ട് കണക്റ്റ് ആക്കാൻ വേണ്ടിയും നിങ്ങളൊക്കെ മുന്നിൽ പല ഇൻസിഡൻസും ഉണ്ടാവാം. പക്ഷേ ഈ ഇൻസിഡൻസിനെയൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്ന, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ടെമ്പറൻസും ഹൈ പ്രീസ്റ്റസും ഒരുമിച്ച് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് റൂട്ട് ചക്ര ബ്ലോക്കാണ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പൈലിലും അത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബേസിക് നെസസിറ്റീസിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതിനൊരു നിലനിൽപ്പ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, അതിൻ്റെ റീസൺ നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ റൂട്ട് ചക്ര ബ്ലോക്ക് മാറ്റേണ്ട, അവേക്കനിങ് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ, നിങ്ങൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ആൾക്കാരായിരിക്കാം. അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ബട്ട് അതിലൊരു നിങ്ങൾക്കൊരു പൂർണ്ണതയോ ഒന്നും കിട്ടുന്നില്ല. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ട്, താൻ ബാധി ദൈവം ബാധി എന്നാണ്. അതാണ് ഇവിടെ 5 ഓഫ് സോഡ്സ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ്. ബട്ട് അത് നിങ്ങൾക്കത് വിട്ടുകൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല. നിങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, അപ്പോൾ ആ വെയിറ്റിംഗ് എനർജി നിങ്ങൾക്കൊരു ബ്ലോക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്ത് കഴിഞ്ഞു, ഇനി ലെറ്റ് ഗോ ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത്. ആ ലെറ്റ് ഗോ ചെയ്യുന്ന ഭാഗത്താണ് ദൈവത്തിൻ്റെ ഇടപെടൽ വരുന്നത്. അവിടെ ദൈവത്തിന് ഇടപെടാൻ കഴിയുന്നില്ല, കാരണം അവിടെയും നിങ്ങൾ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ഈ ലോജിക് മൈൻഡ് തന്നെയാണ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് നിങ്ങൾക്ക് ബ്ലോക്കായി വന്നിട്ടുള്ളത്. ഈ ഒരു സമയം നിങ്ങളൊരു സൺ എനർജിയിൽ നിൽക്കേണ്ട ആളാണ്. ബട്ട് ഈ എനർജി ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ ഒരു പൂർണ്ണതയില്ലാതെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ മൈൻഡാണ് ഇവിടെ കൂടുതൽ വർക്കായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യനിങ് അവിടെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഭക്തി മാർഗം വരേണ്ട ആൾക്കാരാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്കിവിടെ അവേക്കണിങ് ആക്കേണ്ട 3 ചക്രാസ് ഉണ്ട്. 1 റൂട്ട് ചക്ര, 2 ആജ്ഞാ ചക്ര, വിശുദ്ധ ചക്ര. അതായത് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവേണ്ട ഒരു സമയമാണിത്. വിശുദ്ധയും ആജ്ഞയും കാണിക്കുന്നത് സ്പിരിച്വൽ കണക്ഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിലല്ല ഇപ്പോൾ ഫോക്കസ് കൊടുക്കേണ്ടത്, നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത്.
ഈ സമയത്ത് നിങ്ങൾ സ്പിരിച്വൽ കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാൻ തുടങ്ങും. അതായത് നിങ്ങളിപ്പോൾ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ റിസൾട്ട് ശരിക്കും നിങ്ങളുടെ സ്പിരിച്വൽ എനർജിയിലാണുള്ളത്. അതായത് സ്പിരിച്വലി കണക്റ്റഡ് ആവുമ്പോഴാണ് നിങ്ങൾ ഇത്ര കാലം എഫേർട്ട് ഇട്ട ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്പിരിച്വൽ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടച്ച് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇത് ഈ ഒരു സമയം നിങ്ങൾ എങ്ങനെയാണോ പോകുന്നത് അത് അതുപോലെ തന്നെ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകും. ഈ സമയത്ത് സ്പിരിച്വൽ കാര്യത്തിന് ഫോക്കസ് കൊടുത്താൽ മാത്രമാണ് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ അവിടെ മാനിഫെസ്റ്റ് ആകൂ എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങൾ സ്പിരിച്വലായ ആൾക്കാരാണ്, നിങ്ങൾ അവിടെ എന്തൊക്കെയോ ചെയ്യാനുള്ള ആൾക്കാരാണ് എന്നാണ് കാണിക്കുന്നത്. ആ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്ക് പോകേണ്ട മാർഗം എന്ന് പറയുന്നത് ഭക്തി മാർഗ്ഗമാണ്. അതുകൊണ്ടാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ ഭക്തി മാർഗം, ഭക്തി വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ ലളിത ത്രിപുര സുന്ദരി എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ സ്ത്രീ എനർജിയെ ഉണർത്തുക എന്നുള്ളതാണ്. അതായത് സമൂഹത്തിലെ പല കണ്ടീഷൻസ് കൊണ്ടും ശരിയായിട്ടുള്ള സ്ത്രീ എനർജിയെ പുറത്തു കൊണ്ടുവരാത്തവരാണ് പലരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫെമിനിറ്റിയിൽ കണക്റ്റ് ആവുക എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ഫെമിനിറ്റി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയാണ്. അതായത് ആണിലും പെണ്ണിലും ഇത് തന്നെയാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഫെമിനാൻ എനർജിയാണ്. അപ്പോൾ ശരീരത്തിലെ സെൻസേഷൻ അറിയാനാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായാലും അത് എൻജോയ് ചെയ്ത് കഴിക്കുക, ആ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞ് തന്നെ കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തിൽ അറിഞ്ഞ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഫെമിനിറ്റി ഉണരുന്നത്, നമ്മൾ നമ്മുടെ സ്ത്രീ എനർജിയുമായിട്ട് കണക്റ്റ് ആവുന്നത്. ഈവൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക ഊർജ്ജമായിട്ട് കണക്റ്റ് ആവാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സെക്ഷൽ ലൈഫും സ്പിരിച്വാലിറ്റിയും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഊർജ്ജത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അതായത് ആ ഒരു ഊർജ്ജം വച്ചിട്ട് നിങ്ങൾക്ക് സെക്ഷൽ എനർജി വച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ സെക്ഷൽ എനർജി ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി നിങ്ങളുടെ ശരീരത്തിലെ സെൻസേഷനെ അറിയുക എന്നുള്ളതാണ്. ചെറിയൊരു സെൻസേഷൻ പോലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങളുടെ സ്ത്രീ എനർജി ഉണരുവാണ് ചെയ്യുന്നത്. ഈവൻ ഭക്ഷണം കഴിക്കുന്നതായാൽ പോലും നിങ്ങൾക്ക് നാവിലൊരു സെൻസേഷൻ ഉണ്ടാവും, നമ്മുടെ ശരീരത്തിലൊരു സെൻസേഷൻ ഉണ്ടാവും. അതറിയണം. ഏത് കാര്യത്തിലും നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ നിങ്ങളുടെ ശരീരത്തിലെ സെൻസേഷൻ അറിയാൻ പഠിക്കണം. ആ ഒരു സെൻസേഷനിൽ നിങ്ങൾ അവെയറായി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ സ്ത്രീ ഊർജ്ജം ഉണരുന്നത്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫെമിനിറ്റിയിൽ കണക്റ്റ് ആവാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫെമിനിറ്റി ഇവിടെ പലരുടെയും വോണ്ടഡ് ആണ്, പലരും അത് ഹൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സെക്ഷൽ എനർജി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് തേർഡ് ഐ ആണ്, ആജ്ഞാചക്രമാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആജ്ഞാചക്രം ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈ ശാരീരികമായിട്ടുള്ള പരിമിതികളൊക്കെ മാറിക്കിട്ടും. നിങ്ങളിപ്പോൾ ഉള്ള ഒരു ഫിസിക്കൽ സെൻസിൽ നിങ്ങളുടെ കണ്ണുകൾ വച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതെല്ലാവർക്കും അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട് കാണാൻ. ബട്ട് നിങ്ങളുടെ ആജ്ഞാചക്രം ഉണരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിമിറ്റേഷൻ അവിടെ മാറുകയാണ് ചെയ്യുന്നത്. കാര്യത്തിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കിട്ടും. പിന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മനസ്സ് പോലും കാണാത്ത കാര്യങ്ങളാണ് ചില കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ മനസ്സ് പോലും വിചാരിക്കാത്ത കാര്യമാണ് നടന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആജ്ഞാചക്രം അവിടെ ബ്ലോക്ക് ആയിരിക്കുന്നതാണ് അതിന് കാരണം. നിങ്ങൾ ഒരിക്കൽ പോലും കാണാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ മനക്കണ്ണിൽ കാണാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് മീനിങ്. അപ്പോൾ ഈ ആജ്ഞാചക്രം ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേർവഴി മാത്രമേ പോകാൻ പറ്റൂ. നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ നിങ്ങൾ എത്ര ജന്മം എടുത്തിട്ടുണ്ടോ ആ ജന്മം മുഴുവനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ആജ്ഞാചക്രയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൈമിൻ്റെ ലിമിറ്റേഷൻ മൂലം ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബുദ്ധ എന്നാണ്. ബുദ്ധ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിലോട്ട് കണക്റ്റ് ആവാനാണ് പറയുന്നത്. പുറമേ ഒരു ബുദ്ധനെ നമ്മൾ കാണും, ബട്ട് അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു അവസ്ഥയെ കാണിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ബുദ്ധ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയിലോട്ടേക്ക് കണക്റ്റ് ആവാനാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വിശുദ്ധ എന്ന് പറയുന്ന കാർഡാണ്. അത് നിങ്ങളുടെ കാണിക്കുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആകുന്നത് വഴി നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ടും മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ഒരു റീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞിരുന്നു, ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ എന്നുള്ളത്.
നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ചക്ര ഓപ്പൺ ആകുന്നത് വഴി നിങ്ങൾക്ക് ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങളൊരു ഓൺട്രപ്രണർ എന്നുള്ള നിലയിൽ നിങ്ങൾ അറിയപ്പെടാനും നിങ്ങൾ അത്രയും ഒരു ഗ്രോത്തിലോട്ടേക്ക് എത്താനും ഉള്ള ഒരു വഴിയാണ് വിശുദ്ധ ചക്ര ഓപ്പൺ ആവുക എന്നുള്ളത്. നിങ്ങളുടെ വിശുദ്ധ ചക്ര എവൈക്കണിങ് ആയില്ല, വോണ്ടഡ് ആണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യമായിരിക്കില്ല മറ്റുള്ളവർ എടുക്കുന്നത്. നിങ്ങൾ ഏതൊരു രീതിയിലാണോ പറഞ്ഞത് മറ്റുള്ളവർ അത് എടുക്കുന്നത് മോശം രീതിയിലായിരിക്കും. അതായത് പറഞ്ഞ കാര്യത്തിൻ്റെ പേരിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ചക്ര ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ എല്ലാറ്റിലും ഒരു വിജയമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതായത് നിങ്ങളുടെ പാഷനിലോട്ടേക്ക് കടന്നാലും ബന്ധങ്ങളിലാണെങ്കിലും ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വഴി പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. വിശുദ്ധ ചക്ര ഓപ്പൺ ആകുന്നത് വഴി ബന്ധങ്ങളിൽ ഒരു നിലനിൽപ്പും ബന്ധങ്ങളിൽ ഒരു ദൃഢതയും പിന്നെ ബന്ധങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ബന്ധം നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാനും പറ്റും. അത് ഏത് ബന്ധത്തിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ശരിയാകുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളൊരു ഓൺട്രപ്രണർ ആയിരിക്കാം, ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാതരം റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് നല്ലൊരു ദൃഢത വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ വിശുദ്ധ ചക്ര ഓപ്പൺ ആവാനുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷനാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം. നമ്മൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ചക്ര ഓപ്പൺ ആകണം. അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ളവരെടുക്കുന്നത്. അതുവഴി പ്രോബ്ലംസും പല ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ സംസാരിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവരെ കേൾക്കാനും നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ഭക്തിയാണ് വന്നിരിക്കുന്നത്. ഭക്തി വന്നിരിക്കുന്നത് നിങ്ങൾ ഭക്തി മാർഗം പോകേണ്ടവരായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഭക്തിയോടെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായും ആ ഒരു കാര്യത്തിൽ സറണ്ടർ ചെയ്ത് അവെയറായിട്ട് വേണം നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നത്. ഭക്തി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് അധികം ആർക്കും പറ്റാത്ത കാര്യമാണ്. റെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഭക്തി എന്ന് പറയുന്ന ഒരു മാർഗം പോകാൻ പറ്റും. കാരണം അവിടെ സംഭവിക്കുന്നത് കംപ്ലീറ്റ് സറണ്ടറിങ് ആണ് സംഭവിക്കുന്നത്. സറണ്ടറിങ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത്രയും ഹാർഡായിട്ടുള്ള കാര്യമാണ്. പൂർണ്ണ വിശ്വാസം ഒന്നിലുണ്ടാവുന്ന ആൾക്ക് മാത്രമേ ആ സറണ്ടറിങ് പറ്റൂ. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവത്തിന് നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റൂ. അതായത് എന്ത് വന്നാലും നമ്മളെ ദൈവം നോക്കിക്കോളും എന്നുള്ള ഒരു ഉറപ്പ്, ഒരു വിശ്വാസം അവിടെ വേണം. അപ്പോൾ അത് അത്രയും ഒരു ഹാർഡായിട്ടുള്ള കാര്യമാണ്. ആ ഒരു പൂർണ്ണ വിശ്വാസം നമുക്കൊന്നിന് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസത്തെയാണ് അതിൽ കാണിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 ചക്രാസാണ് വന്നിട്ടുള്ളത്. അതായത് റൂട്ട് ചക്ര വന്നിട്ടുണ്ട്, വിശുദ്ധി വന്നിട്ടുണ്ട്, ആജ്ഞ വന്നിട്ടുണ്ട്. ഈ 3 ചക്രാസ് നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിനെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഇപ്പോഴുണ്ടാകുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ മാറ്റാൻ ഈ ചക്രാസ് ഓപ്പണായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇത് വരുന്ന കാണിക്കുന്നുണ്ട്. വിശുദ്ധ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണമായിരിക്കാം ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധയിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് ഇവിടെ മെയിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.